യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ ഫരിസ്യരും നിയമജ്ഞരും ഒരു സ്ത്രീയെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പാപത്തിൽ പിടിക്കപ്പെട്ട് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട് മോശയുടെ നിയമപ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന നിയമം ഉണ്ടായിരുന്ന അവർ യേശുവിൻ്റെ മുമ്പിൽ ആ സ്ത്രീയെ കൊണ്ട് നിർത്തുമ്പോൾ യേശു ആ മേഖലയെ, ആ സന്ദർഭത്തെ എപ്രകാരമാണ് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് 8-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. നിശബ്ദതയോടെയാണ് കർത്താവ് അവരെ നേരിടുന്നത്. ചില കല്ലുകളോട്, ചില പ്രശ്നങ്ങളോട് നമ്മൾ നേരിടേണ്ടത് എങ്ങനെയാണ് എന്ന് യേശുനാഥൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നിശബ്ദതയോടെ. ഇന്നത്തെ സമൂഹത്തിൽ നിശബ്ദത നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തലമുറയാണ് നമ്മുടെ തലമുറ. എന്തിനും ഏതിനും നമ്മൾ അടി അല്ലെങ്കിൽ കൊള്ളരുതായ്മയിലൂടെ പകപോക്കുന്ന ഒരു സമൂഹമായി നമ്മൾ തരം താണു കിടക്കുകയാണ്. വയലൻസ് എന്നൊക്കെ കേൾക്കുന്നത് പോലെ ഇന്ന് എവിടെ നോക്കിയാലും വയലൻസ് മാത്രം. ഇന്നത്തെ സിനിമാ ഫീൽഡിലേക്ക് കറങ്ങിച്ചെന്നാലും വയലൻസുകൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന സിനിമകൾ അത്രമാത്രം പോപ്പുലാരിറ്റിയിലൂടെ സക്സസ്ഫുള്ളായി 100 കോടി 200 കോടി ക്ലബ്ബുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ, പ്രൊഡ്യൂസറിനും നടന്മാർക്കും ലാഭം കൊയ്യുമ്പോൾ നമ്മുടെ യുവതലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനും ഏതിനും വയലൻസായി മാറുകയാണ്. സ്കൂളുകൾ നിശബ്ദമായി കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ നിശബ്ദമായി കൈകാര്യം ചെയ്യുവാൻ നമ്മുടെ മക്കൾ സാധിക്കുന്നില്ല. പണ്ട് കാലങ്ങളിൽ അപ്പനും അമ്മയും 7 മക്കളും അല്ലെങ്കിൽ 10ഉം 12ഉം മക്കളും കൂടെ ഒരുമിച്ച് ചേർന്നിരുന്ന് ഭക്ഷണം കഴിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ മക്കളെ കണ്ട കാലം മറന്നു. മകനെ ഒന്ന് ചേർത്ത് പിടിച്ച കാലം മറന്നു. മകനൊരു ഉമ്മ കൊടുത്ത കാലം മറന്നു. അപ്പനും മകനും കൂടെ ഒരുമിച്ചിരുന്ന് അത്താഴം കഴിച്ച കാലം മറന്നു. എന്നിട്ട് നമ്മൾ കിടന്ന് നിലവിളിക്കുകയാണ്. എവിടെ നിന്ന് തുടങ്ങണം? നമ്മുടെ കുടുംബത്തിൽ നിന്നും തുടങ്ങണം. ചേർന്നിരിക്കുവാൻ, അവരെ കേൾക്കുവാൻ, അവരെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിച്ചാൽ ഏത് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ഒരുമിച്ച് പോരാടുവാൻ നമുക്ക് സാധിക്കും. ശാന്തതയോടെ നമുക്കത് കൈകാര്യം ചെയ്യാം. ആമേൻ.